മഞ്ഞലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട് ആലിലയിൽ പള്ളി കൊള്ളും ആരോമലുണ്ണി ആടാട് ആട് ആട് ആടാട്. ഹായ് മക്കളെ, അപ്പോൾ അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും രാവിലെ ഉറക്കമൊക്കെ എണീറ്റോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ ഇങ്ങനെ രാവിലെ ഉറക്കം എണീറ്റ് ചായ ഇട്ട് കൊണ്ടുവന്ന് കണ്ടിരിക്കുകയാണ്. അതെ, ചൂട് ചായ കണ്ടോ? അപ്പോൾ എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചോ? ചായ കുടിച്ചില്ലെങ്കിൽ വന്നാൽ തരാൻ, കാരണം ഒരു കപ്പ് ചായ ഉണ്ട്. അതിൻ്റെ പകുതി ഇപ്പോൾ കുടിച്ചു, പകുതി പിന്നെ ഫുഡിൻ്റെ കൂടെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അമ്മ ചായ കുടിക്കട്ടെ. എല്ലാവരും രാവിലെ ആഹാരമൊക്കെ ഉണ്ടാക്കിയോ? അപ്പം അമ്മ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടാണേ. ആ പുട്ട് മുഴുവൻ വെച്ചിട്ടുണ്ട്. പയറ് താണ്ടേ അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് 2 പപ്പടം, പുട്ടിന് വേണ്ടി 2 പപ്പടം പൊരിക്കാം. അപ്പം അമ്മ താണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടം പൊരിച്ചിട്ട് പപ്പടം അമ്മ കീറിയിട്ടാണ് പൊരിക്കുന്നത്. ചെറിയ പാനിനകത്തൊക്കെ പൊരിച്ചെടുക്കാൻ പറ്റുന്നു. കണ്ടോ? പപ്പടം പൊരിച്ചിട്ട് നമുക്ക് അതിനകത്ത് അമ്മ 2 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വറുക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്ക് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാറാണേ. അപ്പോൾ കുക്കറിനകത്ത് അമ്മ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു പിച്ചിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് മലക്കറിയൊക്കെ ചേർക്കണം. 2 പപ്പടം വറുത്തിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് പപ്പടം വറുക്കുന്നത്. അത്രയും കഴിക്കത്തില്ല, അത് ചോറിനും എടുക്കാം. എനിക്ക് പുട്ടും പയറും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. പഴവും കടലക്കറി കൂട്ടുന്നതിനെക്കാട്ടിലും ഇഷ്ടം പപ്പടം കൂട്ടി കഴിക്കുന്നതാണ് വലിയ ഇഷ്ടം. അപ്പം നമുക്ക് അതിനകത്തോട്ട് ബാക്കി 2 മുളകുണ്ട്. അപ്പോൾ ആ മുളകും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം. ഉണ്ടോ മുളക്? അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് ആ മുളക് കൂടെ അങ്ങ് വറുത്ത് വെച്ചേക്കാം. ഇത് ഉച്ചക്കത്തേക്കാം. അപ്പോൾ അമ്മ പെട്ടെന്ന് വറുക്കാൻ വരുമല്ലോ ആ എണ്ണയിൽ. ഞാൻ രാവിലെ എന്തൊക്കെയാണ് കാപ്പി ഉണ്ടാക്കിയത്? ദോശ, അപ്പം, ഇഡ്ഡലിയൊക്കെ തന്നെയാണോ? ഞാനിങ്ങനെ ചോദിക്കുന്നു, പക്ഷേ അടിപൊളി കാപ്പിയായിരിക്കും. മുളകും ഞാൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ, മുളകും വറുത്ത് പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നലെ അമ്മ 2 മാങ്ങ കൊണ്ടുവന്നിട്ട്, പക്ഷെ അത് ചെറിയൊരു പഴുപ്പ് കളറുണ്ടേ. അപ്പോഴമ്മ വിചാരിച്ചു അത് ചെറുതായിട്ടൊക്കെ അച്ചാറിടാന്ന്. കറി വെക്കാൻ കൊള്ളത്തില്ല. അപ്പം ഈ ബിരിയാണിക്കകത്തൊക്കെ നല്ലതാണ്, ബിരിയാണിക്കൊക്കെ നല്ലതാണ് ഈ അച്ചാർ. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. അത് ഇതേ നല്ലെണ്ണയാണേ, അത് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് അമ്മ ഉപ്പ്, വിനാഗിരി ഇട്ട് വെച്ചേക്കുക. പച്ചമുളകും കീറിയിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് ചേർക്കുന്നില്ല. ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, 2 കടുക് ഇടുന്നുണ്ടേ. അപ്പോൾ അത് പാൻ വെച്ച് അതിനോട്ട് 2 കടുക് ഇടുക. 2 കടുക് ഇടുന്നുള്ളൂ. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെ. ഇപ്പം പൊട്ടു ഉടനെ. എന്നിട്ട് ചോറിന് നമ്മൾ അരിയിട്ട് അവിടെ വേവാറായി കിടക്കുമെന്ന് പുട്ട് വിഴുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങാച്ചാറങ്ങിടാം. അതെ, ഉണ്ടോ? കടുക് പൊട്ടാറായി. അപ്പം നമുക്ക് ഈ പാനങ്ങ് ഓഫ് ചെയ്യണം. അമ്മ ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് പാനങ്ങ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം അമ്മ മസാലകൾ ചേർക്കത്തോളെ. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിനകത്ത് സാമ്പാറിന് ഇച്ചിരി ഉപ്പും ഇട്ട് പരിപ്പ് ഒരു വേവിച്ചിട്ടിട്ടുണ്ട്.
അപ്പോൾ അതിനകത്തുള്ള മലക്കറികൾ പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല, വളരെ കുറച്ച് സാധനങ്ങളെ അമ്മ ഇടുന്നുള്ളേ. അപ്പം പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കായ കഷ്ണം കണ്ട, കായത്തിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം. അപ്പം ഈ കായ അമ്മ ഈ സാമ്പാറിലോട്ട് ഇങ്ങനെ നേരിട്ടിടുക. പിന്നെ ഒരു കുഞ്ഞ് 2-3 അല്ലി വെളുത്തുള്ളി കണ്ട, വെളുത്തുള്ളി കണ്ട, ഈ വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് ആ സാമ്പാറിലിടുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ചേമ്പ്, അപ്പോൾ ആ ചേമ്പ് കൂടെ അതിനകത്തോട്ടിടാം. പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു കിഴങ്ങ്, പിന്നെ 2-3 പച്ചമുളക് കീറിയത്. ഇത് നമുക്ക് സാമ്പാറിന് കടുവറുക്കാം. അപ്പോൾ സാമ്പാറിന് തക്കാളി ഇല്ലാതെ നമ്മൾ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വിസിൽ ചേർത്ത് ഇതൊന്ന് വേവിക്കാം. വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ മാങ്ങാച്ചാറിൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 2.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇളക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഈ അരക്ക് കറക്കത്തില്ല, ചൂടുണ്ട് പാനിന്. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് വിനാഗിരി വെള്ളം ഇതെല്ലാം മൊത്തത്തിലാണ് നമ്മൾ ഇതോട്ടിടുക, ആ ഉപ്പും എല്ലാം കൂടെ. എന്നിട്ട് നമ്മൾ നല്ലോണം കിണ്ടി കൊടുക്കും. അപ്പം ഇതിൻ്റെ ഈ ചാറ് കൂട്ടാനും നല്ല ടേസ്റ്റ്. ഇത് ഈ ചെറിയ ഒരു പഴുപ്പായതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഈ വിനാഗിരിയും ഈ വെള്ളവും ഉപ്പും നീരും എല്ലാം കൂടെ ഒഴിച്ച് ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമ്മൾ അടപ്പേ വെക്കത്തില്ല. ഇനി ഇത് അടപ്പേ വെച്ച് കഴിഞ്ഞാൽ വെന്ത് പോകും, കൊള്ളത്തില്ല. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ ഇടാം. നോക്കട്ടെ, ഉപ്പ് ഒന്നും ഇട്ടില്ല, സൂപ്പർ. അതൊന്നും ഇട്ടിട്ടില്ല, ഉലുവാപ്പൊടിയിട്ടില്ല, കായപ്പൊടിയിട്ടില്ല, ഒന്നുമില്ല. അത് മതി, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. മാങ്ങാച്ചാർ അടിപൊളിയാണ് ഇങ്ങനെ വെച്ചാൽ, ചോറിന് സൂപ്പറാണ്. അപ്പോൾ ഇത് സാമ്പാറും മാങ്ങാച്ചാറും പപ്പടവും ഉണ്ടമുളകും, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കരുവേപ്പില മുട്ടയും പിടിക്കാം. അപ്പോൾ സാമ്പാറിനുള്ള നേരത്തെ പുട്ടിപ്പോൾ വേവും. പുട്ട് വന്നതിന് ശേഷം അമ്മ കഴിക്കാൻ നേരത്ത് കാണിക്കാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. ഇനി അമ്മ ഈ സാമ്പാറിനോട്ട് സ്വല്പം പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് ഇനി നമുക്കിതിലോട്ട് അരപ്പിടാം. അമ്മ അതാണ്ട് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. കടുകും വറ്റൽമുളകും എല്ലാം വറുത്തിട്ട് അത് നമ്മൾ സാമ്പാറിലോട്ടൊക്കെ ഇടുക കേട്ടോ. കടുക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് നമ്മൾ അരപ്പ് ചേർക്കുക. സാമ്പാർ പൊടി അമ്മ ചേർക്കത്തില്ല. അമ്മയ്ക്ക് സ്പെഷ്യൽ സാമ്പാർ പൊടി ഉണ്ടായിരുന്നു, മസാല ഉണ്ടാക്കി അത് തീർന്നില്ല, അത് ഉണ്ടാക്കിയിട്ട് അമ്മ ചേർക്കത്തുള്ളൂ, കടയില ചേർക്കത്തില്ലേ. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ, ഇത്രയും അമ്മ ചേർത്തിട്ടുണ്ട്. എരിയുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കണ്ടോ സാമ്പാർ. ഇനി ഇത് ഇവിടെ കളറൊന്ന് തിളക്കട്ടെ. തിളച്ചൊന്ന് കുറുകി വരണം സാമ്പാർ, കുറച്ച് കുറുകി വരാം. അപ്പോഴത്തേക്കും നമുക്ക് പുട്ട് കഴിക്കാം. ഉപ്പ് പറയാം, ഉപ്പ് കൂടാം. സാമ്പാറിന് കുറച്ച് ഉപ്പ് കൂടെ അമ്മ ഒഴിക്കുന്നത്, നീരാണ് ഒഴിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ പുട്ടെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് സാമ്പാർ ഉടക്കണമെന്ന് തിളച്ച് കുറുവട്ടെ, നമ്മൾ കാണിച്ചു തരാം. പുട്ട് കഴിയും. ഇത് നമുക്ക് പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ പുട്ട് കഴിക്കാം. കണ്ടോ, നമ്മളിവിടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ഞാൻ തോനെയും പയർ കഴിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് തോനെയും പയർ. അപ്പം നമുക്ക് പയർ ഉണ്ടോ, സൂപ്പർ പുട്ടും.
നല്ല സൂപ്പർ ചൂട് പുട്ടും പയറും പിന്നെ നമ്മുടെ പപ്പടവും പാത്രം എടുക്കട്ടെ, പാത്രം എടുക്കട്ടെ കഴിക്കാം. പിന്നെ അവിടെ മനസ്സിലുണ്ട് ചൂട് പുട്ട്, കുറച്ച് പയറ് ഉണ്ടോ, കുറച്ച് പയറ്, നമ്മുടെ 2 പപ്പടം, പിന്നെ നമ്മുടെ കിലുകില് പഞ്ചാര കിലുക്കുമ്പോൾ നല്ല രസമല്ലേ, വലിയ ഇഷ്ടമാണ് കിലുക്ക കേൾക്കാൻ പഞ്ചാര. പിന്നെ അമ്മയുടെ രാവിലത്തെ ചായയുടെ ബാക്കി അപ്പോൾ ചുടുപുട്ട്, പയറ്, പപ്പടം, പഞ്ചാര. അപ്പോൾ അമ്മ കഴിക്കട്ടെ. ചൂട് പുട്ട് കേട്ടോ, ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്, നല്ല പുട്ടാണ്. പപ്പടം കൂട്ട് അടിപൊളി. ഇപ്പം എല്ലാവരും രാവിലെ ആഹാരം കഴിച്ചോ? അമ്മേ അവിടെ പോയിരുന്ന് സമാധാനത്തിൽ കഴിക്കട്ടെ. സാമ്പാർ അവിടെ കിടന്ന് കിടക്കട്ടെ. സാമ്പാർ കുറച്ച് കുറുകാനുണ്ട്, അപ്പോഴത്തേക്കും അമ്മ പോയി പുട്ടും ചായയും കഴിക്കാൻ പോകും. മക്കളെ അമ്മയ്ക്ക് കുറച്ച് കൊച്ചു മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, കൊച്ചു ചാളക്കുഞ്ഞ്. അപ്പം അമ്മ കണ്ടിട്ട് കഴുകിയൊക്കെ എടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് വറക്കാനായിട്ട് നമുക്ക് അരക്ക് വരക്കാം. അമ്മ താണ്ടെ ഉപ്പിട്ടിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി മീൻ വറക്കുന്നതിന് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചാളയ്ക്കൊക്കെ. നമുക്ക് നല്ലോണം ഒട്ടും ഇടാം. തല എടുത്തിട്ടുണ്ട്, കുഞ്ഞിച്ചാളയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മീൻ കൊണ്ടുവന്നത്. ഇവിടെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു മീൻ താമസിച്ചാവുന്നു. നമ്മൾ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മത്തിയും കൂടെ വറുത്താൽ സൂപ്പർ ഊണായി ഉണ്ടാ. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ, ഉണ്ട് ഉപ്പൊക്കെ ഉണ്ട്, കറക്റ്റാണ്. ഇപ്പോൾ അമ്മ അതിൻ്റെ മത്തി ഓരോന്നങ്ങോട്ട് ഇടുക. ഓരോന്നങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കാം. ഉണ്ടാ ഒരു സൂപ്പർ മത്തിയാണ്, കുഞ്ഞുമത്തിയുടെ പല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മൊരിച്ചെടുക്കണം, അതിൻ്റെ രീതി. നിങ്ങളൊക്കെ മീനൊക്കെ വാങ്ങിച്ചോ? നമ്മുടെ കൊല്ലത്ത് ഫ്രഷ് മീനാണ് കിട്ടുന്നത്. പക്ഷേ മഴ ആയാൽ വരാൻ താമസിക്കുന്നത്. എപ്പോഴായാലും മീൻ വരും, താമസിച്ചാലും ഞങ്ങൾക്ക് മീൻ കിട്ടും. അതാണ് കൊല്ലക്കാരുടെ പ്രത്യേകത. ഇതാ ഇച്ചിരി അരപ്പുണ്ട്, നമുക്കത് ആ മീനിൻ്റെ പുറത്തോട്ടൊക്കെ ഒഴിക്കാം. അല്ല കുറേ അരപ്പുണ്ട്, ആ അരപ്പ് നമുക്ക് മീനിൻ്റെ പുറത്തോട്ട് ഇനി ഇവിടെ കിടന്നങ്ങ് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയിട്ട് അമ്മ കാണിച്ചു തരാം. അപ്പം എല്ലാ മക്കളും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ മീനൊക്കെ നമ്മുടെ വറുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മത്തി ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് അമ്മ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി മത്തി വറുത്തത്. ഇനി നമുക്ക് ചോറ് ചോറമ്മ ചൂടാക്കി. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. ചോറ് പാത്രത്തിലോട്ട് ഇടണ്ട. ചോറ് അമ്മ കഴിക്കാൻ നേരത്ത് ചോറ് ചൂടാക്കും. മഴയൊക്കെ അല്ലേ, അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചൂടോട് കഴിക്കാൻ ഒന്നുകൂടെ ചൂടാക്കി അമ്മ എടുക്കത്തുള്ളൂ. അപ്പം ചോറ്, പിന്നെ നമ്മുടെ അടിപൊളി സാമ്പാർ
സൂപ്പർ സാമ്പാറാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി സാമ്പാർ. നമ്മൾ സാമ്പാറിന് പ്രത്യേകിച്ച് ഒരുപാട് കഷ്ണങ്ങളൊന്നും കൊടുക്കില്ല. എന്താ അടിപൊളി സാമ്പാർ. സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ നല്ല സൂപ്പർ സാമ്പാർ. ഇഡലി തിന്നാനും ദോശ തിന്നാനും ചോറ് തിന്നാനും എല്ലാം അടിപൊളിയായി സാമ്പാർ. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ സ്പെഷ്യൽ വാടിയ മാങ്ങ. ചെറിയ വാട്ടിലുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ മുളക്, പപ്പടം എടുക്കുന്നില്ല, മുളക്. പിന്നെ നമ്മുടെ സൂപ്പർ 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 മത്തി വറുത്തത്. കണ്ട അടിപൊളിയായിട്ടങ്ങ് മത്തി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ്? അടിപൊളി മത്തി വറുത്തത്. അപ്പോൾ ചോറ്, സാമ്പാർ, മത്തി വറുത്തത്, മുളക്, അച്ചാർ. ഇത്രയാണ് അമ്മയുടെ ഉച്ചലത്തെ ഊണ്. അപ്പം നിങ്ങളെല്ലാ മക്കളും ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ വായോ 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 ചോറ് തരാം. അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ താഴെ 4 മണിക്ക് ചായ കുടിക്കാൻ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളെ. നമുക്ക് കപ്പക്കിഴങ്ങും ചേമ്പും പുഴുങ്ങിയതും മുളക് ഉടച്ചതും, മുളക് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇട്ട് ചാലിച്ചതും, ഇത് കപ്പക്കിഴങ്ങ്, ഇത് നല്ല സൂപ്പർ ചേമ്പ്. കണ്ട നല്ല വെള്ളച്ചേമ്പ് പുഴുങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ 4 മണിക്കുള്ള ചായക്കടി. പിന്നെ സൂപ്പർ കട്ടൻ ചായ. അടിപൊളി കട്ടൻ ചായ. അപ്പം അമ്മ കഴിക്കട്ടെ. ഇത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഫുഡാണ്. കപ്പക്കിഴങ്ങ് കണ്ട നല്ല വെന്തടഞ്ഞ കപ്പക്കിഴങ്ങും നല്ല മുളക് ചാലിച്ചതും കൂടെ കഴിച്ചു നോക്കാം. നമ്മൾ ചേമ്പ് ഭയങ്കര ചൂട് കേട്ടോ. അല്ല സൂപ്പർ ചേമ്പും മുളക് അടിപൊളി. അപ്പം എല്ലാവരും 4 മണിക്ക് ചായ കുടിച്ചോ? അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ, എല്ലാ മക്കളും രാത്രി ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ്, സാമ്പാർ, നമ്മൾ മീൻ വറുത്തത്, പിന്നെ ഉപ്പിലിട്ട ഒരു നെല്ലിക്ക, സൂപ്പർ നെല്ലിക്ക. അപ്പം ഇതാണ് അമ്മയുടെ രാത്രിത്തെ ആഹാരം. എല്ലാവരും രാത്രി ചോറൊക്കെ കഴിച്ചോ? അപ്പം എല്ലാ ദിവസവും രാത്രി ചോറ് കഴിക്കുന്നത് ശരിയല്ല എന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കാൻ പറ്റത്തില്ല. ചിലവർക്ക് അങ്ങനെയല്ലേ, ചില മനുഷ്യർക്ക്, ചില അമ്മമാർക്കൊക്കെ ചോറ് എന്തൊക്കെ കാപ്പി രാത്രി കഴിച്ചാലും ചോറ് ഇച്ചിരി കഴിക്കാൻ പറ്റത്തില്ല. അമ്മ ആരും അത് എണ്ണത്തിൽപ്പെട്ടതാണ്. എല്ലാ മക്കളും രാത്രി ചോറ് കഴിച്ചാൽ. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.